ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇത്തിരി താമസിച്ച സുഹൃത്തുക്കളെ എഴുന്നേറ്റ്. അന്നേരം തന്നെ ഞാൻ ചേച്ചിയാണ് കണി കണ്ടത്. ചേച്ചി ജോലിക്ക് പോകുന്നത്. അങ്ങനെ എനിക്കിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ തന്നെ ഞാൻ പോയി പല്ല് തേച്ച് രാവിലെ ചെയ്യേണ്ട കടമ്പകളെല്ലാം കൊണ്ട് ചെയ്തേച്ച് മുഖം കഴുകി കുളിച്ചില്ല. ഫെറാലോയിലില്ലാതെ നമുക്ക് പറ്റത്തില്ല സുഹൃത്തുക്കളെ, ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ അമ്മ എനിക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും കൊണ്ടു തന്നു ഗായ്സ്. അങ്ങനെ പാവം എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം തന്നിട്ട് ഉച്ചക്കത്തെ കറിക്ക് വേണ്ടിയിട്ട് മീൻ മേടിക്കാൻ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ മീൻ കിട്ടിയില്ല പാവത്തിന്. അങ്ങനെ ഞാൻ വേഗം ചിക്കൻ മേടിക്കാനായി പോയി സുഹൃത്തുക്കളെ. അന്നേരമാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ ചിക്കൻ കറി ഞാനൊന്ന് വെച്ചാലോ എന്ന്. ഗൈസ്, അങ്ങനെ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പം ഇങ്ങനെ നോക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ ഗ്യാസ് കത്തിച്ച് അതിൻ്റെ പുറത്ത് പാൻ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല, പോട്ട്സ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വഴറ്റി ഇളക്കി സുഹൃത്തുക്കളെ. എന്നിട്ടിത് കുറച്ച് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അതോട്ട് ഇട്ടിട്ട് കുറച്ച് കട്ടത്തൈരോ കട്ട പിടിക്കാത്ത തൈരോ എന്ത് വേണേലും അങ്ങോട്ട് ഇട്ടിട്ട് കുഴച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കണം സുഹൃത്തുക്കളെ. എന്നിട്ട് അതേ പാനിൽ കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും വേണമെങ്കിൽ വേപ്പിലയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കുക. അങ്ങനെ നമ്മൾ അടച്ചു വെച്ച പാത്രം തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഒരു നല്ല മണം അങ്ങനെ അടിക്കും സുഹൃത്തുക്കളെ. ആഹാ, അന്തസ്. അന്നേരം നമുക്ക് കുറച്ച് അഭിമാനമൊക്കെ തോന്നും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ചിക്കൻ കുട്ടപ്പനെ എടുത്തിടുക. അതിൻ്റെ അകത്ത് കുറച്ച് വേപ്പിലയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് പിന്നെ അങ്ങോട്ട് അടച്ചു വെക്കുക. അങ്ങനെ ചിക്കൻ കറി എവിടം വരെ ആയെന്ന് അറിയാനായിട്ട് ജഡ്ജിയും കോൺഫറൻസിൽ വന്നിട്ടുണ്ട്. ഗായ്സ്, അങ്ങനെ ചിക്കൻ കറി റെഡി. എങ്ങനെയുണ്ട് ചിക്കൻ കറി? സുഹൃത്തുക്കൾ, ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. കുറച്ചേരം ഉറങ്ങിപ്പോയി. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ചായ കുളിച്ചു സുന്ദരഘട്ടവനായി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ഇനി കാണാം. ഓക്കെ, ബൈ.